ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറ്റം ചെയ്തിട്ട് നാളെ കോടതി പോകണമെന്ന് അറിയുമ്പോൾ തന്നെ അയ്യോ, ഈ പണമില്ലായ്മയിൽ നമ്മൾ പണം കടം മേടിച്ചോ വസ്തുവകൾ വിറ്റോ വക്കീലന്മാർക്ക് കൊടുത്ത് നമുക്ക് വേണ്ടി അവിടെ വാദിക്കാൻ നിർത്തുകയാണ്. ഒരു നാളെ ചത്തുപോകുന്ന ഒരു മനുഷ്യൻ ഒരു ജഡ്ജിയായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നമുക്ക് ശക്തിയില്ലെങ്കിൽ, ഇവിടെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ, അവർക്കും കോടതിയിലേക്ക് ഒരു കാര്യം വരുമ്പോൾ അവരുടെ ശക്തി ക്ഷയിച്ചു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയവനും നമുക്ക് ഭക്ഷണവും വെള്ളവും വായുവും ഇന്നുവരെ തന്നവനും സകലത്തിനെയും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ, അതായത് പ്രപഞ്ചഗോളങ്ങളെ, നാം അനുഭവിക്കുന്ന സൂര്യനെ, ചന്ദ്രനെ, ഈ ഭൂമിയെ, സമുദ്രത്തെ, സകലത്തിനെയും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചവന്റെ മുമ്പിൽ നീ ഇതേ രൂപം ധരിച്ച് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് നിന്റെ രഹസ്യങ്ങളെ ദൈവം പരസ്യപ്പെടുന്ന ഒരു ദിവസം വരുമ്പോൾ എങ്ങനെ നിൽക്കുവാൻ കഴിയും? അതായത് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഒരാളോട് ഒരു 500 രൂപ കടം മേടിച്ചെന്നിരിക്കട്ടെ, ഇതെന്റെ അനുഭവം, പണ്ടത്തെ അനുഭവം. 500 രൂപ കടം മേടിച്ചിട്ട് നാളെ 10 മണിക്കാ തരാമെന്ന് പറഞ്ഞത്. നമ്മൾ പൈസ മേടിച്ച ഒരു പക്ഷെ നമ്മളെക്കാളും ചെറിയവനായിരിക്കാം, വലിയവനായിരിക്കാം. പക്ഷെ നാളെ 10 മണിക്ക് അദ്ദേഹത്തിന് അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഏത് ഉന്നതനായാലും ശരി അവന്റെ മുമ്പിൽ പോയി നിൽക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമില്ല പ്രിയരെ. അത്രമാത്രം നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുമെങ്കിൽ നമ്മള് മനസ്സാക്ഷി അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ ചെയ്തിട്ട് അതിനകത്ത് എല്ലാ വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം. ആ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുമോ? എത്ര ഭയങ്കരമാണ്.